ഹരേ കൃഷ്ണ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 6 ശ്ലോകം 4. യദാ ഹിനേന്ദ്രിയാർത്ഥേഷു ന കർമ്മസനുഷജ്ജതേ സർവസങ്കൽപ്പസന്യാസി യോഗാരൂഢസ്തദോച്യതേ. യദാ ഹിനേന്ദ്രിയാർത്ഥേഷു ന കർമ്മസനുഷജ്ജതേ സർവസങ്കൽപ്പസന്യാസി യോഗാരൂഢസ്തദോച്യതേ. ഭൗതിക തൃഷ്ണകളെല്ലാം ത്യജിച്ച് ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയോ ഫലമുദ്ദേശിച്ചോ യാതൊന്നും പ്രവർത്തിക്കാത്ത ആളെ യോഗാരൂഢൻ എന്ന് പറയാം. ഭാവാർത്ഥം: അതീന്ദ്രിയ പ്രേമപൂർവം ഭഗവത് സേവനത്തിൽ മുഴുകിയ ഒരാൾ സ്വയം തൃപ്തനാണ്. അയാൾ മേലിൽ ഇന്ദ്രിയ സുഖപൂരണത്തിലോ ഫലോദിഷ്ട കർമ്മങ്ങളിലോ ഏർപ്പെടുകയില്ല. പ്രവൃത്തികളൊന്നും കൂടാതെ മനുഷ്യന് ജീവിക്കാനാവില്ലെന്ന നിലയ്ക്ക് ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തേണ്ടി വരുമല്ലോ. കൃഷ്ണാവബോധമില്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യത്തോടു കൂടിയോ വിശാല തലത്തിലുള്ള സ്വാർത്ഥതയോടുകൂടിയോ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. കൃഷ്ണാവബോധത്താൽ ഒരാൾക്ക് ഏത് കർമ്മവും കൃഷ്ണപ്രീതിക്കായിക്കൊണ്ട് ചെയ്യാനും അങ്ങനെ ഇന്ദ്രിയ സുഖാഭിലാഷത്തിൽ നിന്ന് തികച്ചും ഒഴിഞ്ഞു നിൽക്കാനും സാധിക്കും. ആ വിധമൊരു സാക്ഷാത്കാരത്തിന് ഇടവരാത്തവർ യോഗസോപാനത്തിൻ്റെ മുകൾപ്പടവേറുന്നതിന് മുമ്പ് ഭൗതിക തൃഷ്ണകളിൽ നിന്ന് സ്വയം മോചിതരാകാൻ യാന്ത്രികമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക തന്നെ വേണം. ഹരേ കൃഷ്ണ. രാധേ രാധേ.